വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഏകദേശം 8 വർഷത്തോളമായി ടി വി എസ് അവരുടെ RR310 എന്ന് പറഞ്ഞ ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു 8 വർഷ കാലയളവ് നോക്കുകയാണെങ്കിൽ ഒരു ബൈക്കിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ അപ്ഡേഷനും അവർ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലോകോത്തര നിലവാരത്തിലാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത്. എങ്കിലും അപ്ഡേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ വലിയ പല ബ്രാൻഡുകളും കൊടുക്കാൻ മടിക്കുന്ന പല ഫീച്ചേഴ്സും ഈ ഒരു 300cc വണ്ടി അവർ കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലുക്ക് നോക്കിയാലും പെർഫോമൻസ് നോക്കിയാലും എങ്ങനെ നോക്കിയാലും അത്യാവശ്യം നല്ലൊരു അടിപൊളി അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച വണ്ടി തന്നെയാണ് നമ്മുടെ RR310 എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിക്ക് ഇനി ആകപ്പാടെ കുറവുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പവർഫുള്ളായ എഞ്ചിനാണ്. ഇപ്പോൾ ഈ ഒരു 500cc കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല പവർഫുള്ളായ വണ്ടികൾ വരുന്നുണ്ട്. 400cc കാറ്റഗറി വരുന്നുണ്ട്, 450cc കാറ്റഗറി വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അപ്പം ഈ ഒരു RR310 ഇനി കുറവെന്ന് പറയാനായിട്ട് ഒരേ ഒരു സാധനം, നല്ല പവർഫുള്ളായ ഒരു എഞ്ചിനാണ്. ആ ഒരു കുറവും TVS പരിഹരിക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ TVS അവരുടെ RR450 എന്ന് പറഞ്ഞ പുതിയ വണ്ടി കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ BMW ഒരു 450cc ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അവരുടെ F450GS എന്ന് പറഞ്ഞ പുതിയൊരു എൻട്രി ലെവൽ ADV ബൈക്ക് വരുന്നുണ്ട്. അതിനുവേണ്ടി അവർ 450cc കാറ്റഗറി വരുന്ന ഒരു ട്വിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു എഞ്ചിൻ TVSൻ്റെ വണ്ടിയിൽ, അതായത് RR310 വയ്ക്കുമെന്നാണ് TVSൻ്റെ ഒഫീഷ്യൽസൊക്കെ പറഞ്ഞേക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ RC390, അതേപോലെ തന്നെ അപ്പർലയുടെ RS457 ഇതേപോലത്തെ വണ്ടികളൊക്കെയാണ് ഉള്ളത്. അപ്പം ഈ ഒരു ലെവലിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ പെർഫോമൻസ് കൂടിയ ഒരു വണ്ടിയായിട്ട് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായ TVS വരും. ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വിലയും അത്യാവശ്യം കുറവായിരിക്കും. ഇനി ഇത് കൂടാണ്ട് നോക്കുകയാണെങ്കിൽ TVS തന്നെ ഡെവലപ്പ് ചെയ്തൊരു 300cc എഞ്ചിനുണ്ട്. ആ എഞ്ചിൻ വെച്ച് അവർ പുതിയ ADV ബൈക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാണ്ട് നോട്ടൺ ബ്രാൻഡിൽ ഒരു എൻട്രി ലെവൽ ബൈക്കും അവർ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. അങ്ങനെ TVSൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നല്ല വണ്ടികളാണ് ഉടനെ തന്നെ വരാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.